കിടക്കപ്പോ. വേണ്ട, കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. നിക്ക്. 2 ദിവസം താഴത്തെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്താൽ പോരായിരുന്നു അപ്പു? ഈ പെയിനും വെച്ച് വെറുതെ സ്റ്റെയർ കേസ് കയറണ്ടായിരുന്നു. സാരമില്ല, ഇപ്പൊ പെയിൻ അങ്ങനെയൊന്നുമില്ല. എന്താ അപ്പു ശരിക്കും സംഭവിച്ചത്? മുരളി എങ്ങനെയാ അവിടെ വന്നത്? എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതമ്മ. എന്തോ ഒരു കാര്യം ആലോചിച്ചാ ഞാൻ വണ്ടി ഓടിച്ചത്. എതിരെ വന്ന ബൈക്ക് ഞാൻ കണ്ടില്ല, അങ്ങനെ സ്കിഡായി വീണതാ. ആ സമയത്ത് അങ്കിൾ അവിടെ എങ്ങനെ വന്നെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഹോസ്പിറ്റലിൽ വെച്ചാ അങ്കിളാണ് ഒപ്പം ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. ഈടെ ഒരു കാര്യത്തിൽ നിനക്ക് ഒട്ടും ശ്രദ്ധയില്ലാതെ വരിക. ആബ്സെന്റ് മൈൻഡ് ആയിട്ടാ നീ വണ്ടി ഓടിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് മുരളിയോട് ഉണ്ടായത് ഭാഗ്യമായി. അതെ, ഇനി കുറച്ച് ദിവസത്തേക്ക് ബുള്ളറ്റ് എടുക്കണ്ട കേട്ടോ. ഇതിപ്പോ 2ാമത്തെ തവണയാ കെയർലെസ് ആയി വണ്ടി ഓടിച്ച് നീ അപകടം ഉണ്ടാക്കുന്നത്. ഡെയ്സി മോനും വന്നതിൻ്റെ അന്ന് ഇതുപോലെ സംഭവിച്ചില്ലേ? ഇനി ഞങ്ങൾ അറിയാതെ എത്ര പ്രാവശ്യം എവിടെയൊക്കെ പോയി വീണിട്ടുണ്ടെന്ന് ആർക്കറിയാം? അമ്മ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഈ പറഞ്ഞ 2 പ്രാവശ്യവും ഒരബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നുവെച്ച് ഞാനൊരു തീരെ മോശം ബൈക്ക് റൈഡറൊന്നും അല്ല. അല്ലമ്മേ, ഈ അച്ഛനത് എന്ത് ഭാവിച്ച എങ്ങനെ? മുരളി അങ്കിൾ എന്ത് ചെയ്തിട്ടാ അച്ഛൻ അങ്കിളിനോട് ഇത്ര മോശമായിട്ട് പെരുമാറിയത്? കഷ്ടം. ആൾക്കാർ ഇങ്ങനെ വെറുപ്പിക്കാമോ? ചെയ്തു തന്ന സഹായത്തിന് നന്ദി പറഞ്ഞില്ലെങ്കിലും അവരൊന്ന് അധിക്ഷേപിക്കാതിരിക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും കാണിക്കായിരുന്നു. എനിക്കറിയില്ല അപ്പോ നിന്റെ അച്ഛൻ എന്താ പറ്റിയതെന്ന്. ചില സമയത്ത് ആരോട് എന്താ പറയുന്നതെന്ന് പോലും ഒരു ബോധവും ഇല്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ആരും ഒന്നും ചെയ്യണ്ട. ആരോട് എന്താ സംസാരിക്കേണ്ടെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് ഗീത. ഞാൻ ഒരാളോട് മുഖം കറുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ റീസണും ഉണ്ടാവും. അപ്പോൾ നീ എന്തിനാ ആവശ്യമില്ലാതെ കണ്ണിൽ കണ്ടവരുടെയൊക്കെ സഹായം സ്വീകരിക്കാൻ പോകുന്നത്? അതെന്ത് പറച്ചില്ല വി പി? ആക്സിഡന്റ് ഉണ്ടായി ഫെയിൻ്റായി കിടന്ന് ഇവളെങ്ങനെ അറിയാനാ സഹായിക്കാൻ വന്നത് ആരാണെന്ന്? പോട്ടെ, ഇനി അറിഞ്ഞു തന്നെ വയ്ക്കോ. ആ സമയത്ത് അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ സമയത്ത് പറ്റിയില്ലെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചാകാമായിരുന്നല്ലോ. ഒരു താങ്ക്സ് പറഞ്ഞ് ഒഴിവാക്കേണ്ടതിന് പകരം അയാൾ വണ്ടിയിൽ കയറി ഈ ഡ്രാമ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഡ്രാമയോ? വി പി എന്തൊക്കെയാ പറയുന്നേ? മുരളി നമുക്ക് അത്രയ്ക്ക് അന്യനൊന്നും അല്ലല്ലോ. മനസാക്ഷിയുടെ പുറത്തൊരു ഉപകാരം ചെയ്തതിന് ഇങ്ങനെ നിന്ദിക്കാൻ പാടില്ല. എന്ത് മനസാക്ഷി? അങ്ങനെ മനസാക്ഷിയുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ അയാൾ എന്റെ മോളെ അധിക്ഷേപിക്കുമായിരുന്നില്ല. ഇവളോട് മിണ്ടിയതിനും ഒരുമിച്ച് യാത്ര ചെയ്തതിനും അയാളുടെ മോളെ നമ്മുടെ കൺമുമ്പിലിട്ട് തല്ലി ചതയ്ക്കുമായിരുന്നില്ല. നമ്മളെ പേടിച്ച് ഇവിടെ വിറ്റുപെറുക്കി പോവാൻ ശ്രമിക്കുമായിരുന്നില്ല. എന്താ താനതൊക്കെ അങ്ങ് മറന്നുപോയോ ഇത്ര വേഗം? എടോ, ഒക്കെ വെറും തട്ടിപ്പാ. ഇന്നുണ്ടായതൊരു ആക്സിഡന്റ് തന്നെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പോ അവരുടെയൊക്കെ ഉദ്ദേശം മറ്റു ചിലതാ. അച്ഛാ, ആ കാര്യത്തിൽ അങ്കിളിനെ വെറുതെ സംശയിക്കല്ലേ. ഇന്നുണ്ടായത് ഒരു ആക്സിഡന്റ് തന്നെയാണെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. എന്റെ കെയർലെസ്നെസ് കൊണ്ടാ അത് സംഭവിച്ചത്. എന്റെ സ്ഥാനത്ത് മാളൂനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നെങ്കിൽ, അങ്കിളുടെ സ്ഥാനത്ത് അച്ഛനാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാളൂനെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നില്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നില്ലേ? തിരിച്ച് അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യില്ലേ? അതോ ഇപ്പോഴുള്ള ദേഷ്യത്തിന്റെയും പിണക്കത്തിന്റെയും പേരിൽ കണ്ടില്ല എന്ന് നടിച്ച് അവളെ വഴിയിൽ ഉപേക്ഷിച്ചു പോരുമായിരുന്നോ? എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ അങ്ങനെ അവളെ കണ്ടില്ലെന്ന് നടിച്ചു പോരാൻ പറ്റില്ല എന്ന്. അത്രയല്ലേ അങ്കിളും ചെയ്തിട്ടുള്ളൂ. അതിന് താങ്ക്സ് പറഞ്ഞില്ലെങ്കിലും ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പായി അമ്മ, അച്ഛൻ എന്തോ കുഴപ്പമുണ്ട്. അതത്ര നിസ്സാരമല്ല, സംതിങ് സീരിയസ്. നീ കുറച്ചേരം കിടക്കപ്പോ, ഞാൻ പിന്നെ വരാം. എന്നാലും വീപ്പേട്ടനെന്താ ഇങ്ങനെ?
പണ്ടുള്ള സ്നേഹം അടുപ്പമൊന്നും ആലോചിക്കണ്ട. എന്നാലും സ്വന്തം കുഞ്ഞിനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആളെന്നുള്ള ഒരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മാന്യത വിട്ട് പെരുമാറില്ലായിരുന്നു. അതിന് ഞാൻ മുരളിയെ കുറ്റം പറയുള്ള അശ്വതി. അർഹതയുള്ളവരോടെ അലിവും സ്നേഹവും ഒക്കെ കാണിക്കാൻ പാടുള്ളൂ. അയാൾക്കും അയാളുടെ മോക്കും അതിനുള്ള യോഗ്യതയില്ലെന്ന് ഇതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ. കണ്ടില്ലെന്ന് അടിച്ചു പോരേണ്ടതിന് പകരം ചുമന്ന് കെട്ടി ആശുപത്രി കൊണ്ടുപോയതിന്റെ പ്രതിഫലം കയ്യോടെ കിട്ടിയപ്പോൾ മുരളിക്ക് സമാധാനം ആയല്ലോ. VP ആളാകെ മാറിയിരിക്കുന്നു. പെരുമാറ്റത്തിലും സംസാരത്തിലും ഒന്നും നമുക്ക് പരിചയമുള്ള ആളെ അല്ല ഇപ്പോൾ. ആകെ ഒരു അബ്നോർമൽ കണ്ടീഷനാ ആളെ കണ്ടാൽ തന്നെ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ആകെയുള്ള ഒരു സന്താനം ആണുമല്ല പെണ്ണും അല്ലാത്ത പരുവത്തിലായി പോയില്ലേ. പിന്നെ ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ അതിശയം. എന്താ മാളു? അപ്പോന്റെ കാര്യം എല്ലാരും കൂടി ചർച്ച ചെയ്യുന്നത് മനസ്സിലായി. ഇനിയെങ്കിലും എല്ലാവർക്കും അവളൊന്ന് വെറുതെ വിട്ടൂടെ? ആരും വേണോന്ന് വെച്ച് ചർച്ച ചെയ്തതല്ല മോളെ. ഇന്ന് നിന്റെ VP അങ്കിൾ നിന്റെ അച്ഛനോട് ചെയ്ത നെറികേടിനെ കുറിച്ച് പറഞ്ഞപ്പോ അവളെ പറ്റി ഒന്ന് ഓർത്തുപോയെന്നേ ഉള്ളൂ. എന്തു പറ്റി അച്ഛാ? VP അങ്കിളുമായിട്ട് എന്തായിരുന്നു ഇഷ്യൂ? ഓ ഒന്നുമില്ല. മുത്തശ്ശി പറഞ്ഞതുപോലെ ഞാൻ ഇത്തിരി മാന്യതയും മര്യാദയും കാണിച്ചു. അതിനുള്ള കൂലി VPന്ന് കിട്ടി, അത്രേ ഉള്ളൂ. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? ഇന്ന് അപ്പുവിന്റെ ബുള്ളറ്റ് ഒന്ന് ആക്സിഡന്റ് ആയി. അച്ഛൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിച്ചത് മുരളിയേട്ടനാ. VP ഏട്ടനൊന്നും ഇഷ്ടമായില്ല. മുരളിയേട്ടനാ അപ്പുവിനെ കൊല്ലാൻ നോക്കിയെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അച്ഛാ, അപ്പുന് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഏയ് പരിക്കൊന്നത്ര കാര്യമുള്ളതല്ല. പിന്നെ റിസ്റ്റ് ബോൺ ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്. കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. മാളു, ഇനി ഇതിന്റെ പേര് അപ്പുനെ വിസിറ്റ് ചെയ്യാനൊന്നും പോകണ്ട, കേട്ടല്ലോ. ഇനി കൂട്ടുകാരിയെ കണ്ടേ അടങ്ങുമെന്നുള്ള വാശിയാണെങ്കിൽ പോയിട്ട് വാ. അച്ഛന് കിട്ടിയതിന്റെ ബാക്കി സ്വീകരണം മോളും കൂടെ അയാളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് വരണേ. അപ്പൊ ഫോൺ എടുക്കുന്നില്ലല്ലോ. The number you are trying to reach is not responding. Please try again later. The number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ switched off ചെയ്യപ്പെട്ടിരിക്കുന്നു.
ഹലോ മാളു. ഡോക്ടർ ബിസിയാണോ? അല്ല, ഞാൻ വീട്ടിലാ. എന്താ താൻ വിളിച്ചേ? അപ്പുവിന്റെ കാര്യം വല്ലതും അറിഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അപ്പുനെന്തു പറ്റി? അവൾക്കെന്തോ ആക്സിഡന്റ് പറ്റി ഡോക്ടർ. അച്ഛനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊക്കെ ഇവിടെ പറയുന്ന കേട്ടു. അതെയോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അപ്പുനെ വിളിക്കാം. ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഞാൻ തന്നെ തിരിച്ചു വിളിക്കാം. ഓക്കെ? ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല ഡോക്ടർ. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഓക്കെ, ലെറ്റ് മീ ട്രൈ. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഡോക്ടർ, എനിക്ക് അപ്പുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോഴോ? അതെങ്ങനെയാടോ? ഇപ്പോഴല്ല, നാളെ എൻ്റെ കൂടെ ഡോക്ടറും കൂടി വരുമോ അപ്പുവിന്റെ വീട്ടിലേക്ക്? അതിനെന്താ, ഞാൻ വരാമല്ലോ. തന്റെ വീട്ടിൽ നിന്ന് അപ്പുവിനെ കാണാൻ സമ്മതിക്കോ? ഡോക്ടർക്ക് എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞാൽ മതി. സോറി മാളവിക, അങ്കിളിനോടും ആന്റിയോടും കള്ളം പറഞ്ഞ തന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ അത് ബോറല്ലേടോ? അവരറിഞ്ഞാ പിന്നെ എന്നെക്കുറിച്ച് എന്താവും കരുതുക? എനിക്ക് എങ്ങനെയെങ്കിലും അപ്പുവിനെ നേരിട്ട് കണ്ടേ പറ്റൂ. താൻ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. താൻ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയുന്നത്. ഓക്കെ? ഓക്കെ. എന്തു പറ്റി ജോ? മാളു എന്താ പറഞ്ഞത്? അപ്പുവിന് എന്താ പറ്റിയെന്നറിയാതെ വിഷമിച്ചിരിക്കാൻ പാവം. അപ്പുവിന്റെ പരിക്ക് അത്ര സീരിയസ് അല്ലെന്ന് നീ അവളോട് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ പിന്നെ വിളിച്ചില്ല. നീ എന്താ ആകെ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല മമ്മി. അത് വെറുതെ. നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാലോ. പറ, എന്താ നിന്റെ മനസ്സില്? ഞാൻ അപ്പുവിന്റെയും മാളുവിന്റെയും റിലേഷനെ കുറിച്ച് ആലോചിച്ചതാ മമ്മി. നമ്മളൊക്കെ കരുതുന്നതിനും കൂടുതൽ ഡെപ്ത് ഉണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്. ഇപ്പൊ തന്നെ അപ്പുവിന്റെ കാര്യം അറിഞ്ഞ് മാളു എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആയെന്നോ. അതിലെത്ര അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? നന്നേ കുഞ്ഞുനാൾ മുതലുള്ള ബന്ധമല്ലേ കുട്ടികൾ തമ്മില്. അപ്പുവിന്റെ ഈ പ്രശ്നം അറിയുന്നതുവരെ അവരൊരു മനസ്സും രണ്ട് ശരീരവുമായി നടന്നവരാ. വീട്ടുകാർ തമ്മിൽ പിണങ്ങി പിരിഞ്ഞെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് ആ ആത്മബന്ധം അത്ര വേഗം ആർക്കും മായ്ച്ചു കളയാനാവില്ലല്ലോ. മുരളിയും വിജയും തമ്മിൽ ഇത്രയും അകൽച്ച വരാൻ കാരണവും കുട്ടികളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണല്ലോ. മമ്മി, ഞാൻ ഇപ്പോഴത്തെ അവരുടെ സൗഹൃദത്തെക്കുറിച്ചല്ല ആലോചിച്ചത്. ഈ സൗഹൃദം കൊണ്ട് രണ്ടുപേരുടെയും ജീവിതത്തിൽ ഭാവിയിൽ വന്നേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. എന്നുവെച്ചാ എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് തെളിച്ചു പറ. അപ്പുവിന്റെയും മാളുവിന്റെയും വീട്ടുകാര് എന്തുകൊണ്ട് ഇപ്പൊ അവരുടെ സൗഹൃദത്തെ എതിർക്കുന്നു എന്നതിന്റെ കാരണം മമ്മിക്ക് ഊഹിക്കാമല്ലോ. അവരുടെ ആ ധാരണയ്ക്ക് ആക്കം കൂട്ടുന്ന ചില സ്റ്റുപ്പിഡ് സ്റ്റോറീസ് അവരുടെ ക്യാമ്പസിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു സത്യവും ഇല്ലെന്ന് നമുക്കറിയാലോ. അതുമാത്രമല്ല, ഗീതയ്ക്കും അശ്വതിക്കും ആ കാര്യത്തിൽ കുട്ടികളുടെ ഭാഗത്ത് അങ്ങനെ ഒരു പിഴവും സംഭവിച്ചിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യവുമുണ്ട്. ഇനി അതൊക്കെ മാറ്റിവെച്ചാലും നീ പറഞ്ഞതുപോലെ വെറും ഉണ്ടാക്കിയ കഥകളാണെന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെട്ടതല്ലേ? അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ മാളവിക നിന്റെ ഇഷ്ടത്തിന് അനുകൂലമായിട്ട് പ്രതികരിക്കില്ലായിരുന്നു. മാളവികയുടെ കാര്യത്തിൽ നമ്മുടെ ധാരണയും വിശ്വാസവും ഒക്കെ ശരിയാമേ. പക്ഷേ അപ്പുവിന്റെ മനസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആ കഥകളിൽ എവിടെയൊക്കെയോ ചില സത്യങ്ങളുണ്ടെന്ന് വേണം കരുതാൻ. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? മാളവിക അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരിക്കൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ എന്നോട് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ നിന്ന് എനിക്ക് വീണ് കിട്ടിയ ചില സൂചനകളായത്. എന്താ അത്? താൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരാണായി മാറിക്കഴിഞ്ഞാൽ മാളവിക തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോന്ന്
അപ്പു ഒരിക്കൽ അവളോട് ചോദിച്ചിരുന്നു അത്രേ. എന്നിട്ട് ആ കുട്ടി എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്തത്? അപ്പുവിന്റെ ആ ഡിമാൻഡ് മാളവിക അപ്പം തന്നെ നിരസിക്കായിരുന്നു. പക്ഷെ മമ്മി, അപ്പുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിടത്തോളം ആ ആവശ്യം മാളവികയോട് ആവർത്തിക്കില്ലെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. പക്ഷേ അങ്ങനൊരു ലൈഫിന് ഒരിക്കലും തനിക്ക് താല്പര്യമില്ലെന്ന് മാളവിക എന്നോട് തുറന്നു പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? പ്രശ്നം അതല്ല മമ്മി, അങ്ങനൊരു ജീവിതത്തിന് മാള് തയ്യാറായില്ലെങ്കിലും അപ്പുവിനെ പൂർണ്ണമായും ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ മാളുവിന് കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇന്റൻസിറ്റി വെച്ച് നോക്കുമ്പോൾ മാളുവിനോട് അങ്ങനെ ആവശ്യപ്പെടുന്നതിനും നമുക്ക് പരിമിതികളുണ്ട്. ഇപ്പൊ തന്നെ അപ്പുവിന്റെ കാര്യത്തിൽ മാളവിക എത്രമാത്രം കൺസേൺഡ് ആണെന്ന് കണ്ടില്ലേ? ഇപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മമ്മിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അപ്പുവിന്റെയും മാളുവിന്റെയും ഇപ്പോഴത്തെ ഈ സൗഹൃദം ഭാവിയിൽ നിങ്ങളുടെ ലൈഫിനെ സാരമായി ബാധിക്കാൻ ഇടയുണ്ടെന്ന് നീ ഭയപ്പെടുന്നു. അതല്ലേ കാര്യം? എന്നാൽ അങ്ങനൊരു പേടി വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. വിവാഹത്തോടെ ഒരു പെൺകുട്ടി പൂർണ്ണമായും പുതിയൊരു ജീവിതത്തിലേക്കാണ് കടക്കുന്നത്. എന്നുവെച്ച് അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പഴയ വ്യക്തികളെയും ബന്ധങ്ങളെയും പൂർണ്ണമായി അവൾ മറന്നുകളയുമെന്ന് അർത്ഥമില്ല. എങ്കിലും അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയത്തിൽ കാര്യമായ കുറവുണ്ടാകും. അതാരുടെയും കുറ്റമല്ല. കുടുംബ ജീവിതത്തിന്റെ പുതിയൊരു താളക്രമം ചിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അങ്ങനൊരു മാറ്റം മാളുവിന്റെ ജീവിതത്തിലും സ്വാഭാവികമായി ഉണ്ടാകും. അന്ന് അപ്പുവിന്റെ കാര്യത്തിൽ അവൾ ഇപ്പൊ കാണിക്കുന്നതിന്റെ 10% പോലും ഇൻവോൾവ്മെന്റ് അവൾക്ക് അന്ന് തോന്നണമെന്നില്ല. ജോ, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഈ കാര്യം മുരളിയോടും അശ്വതിയോടും സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല. അവരുടെയും കൂടെ തീരുമാനം അറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നീ എന്തു പറയുന്നു? വേണ്ട മമ്മി, ഇപ്പൊ ഉടനെ ഈ കാര്യം അവരോട് സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് മമ്മി അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. ആ, ഇയാളിതെങ്ങോട്ടാ? ഒന്ന് പുറത്തു പോകണം. ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഒക്കെ മതിയാക്കിയിട്ട് ദിവസങ്ങളായി. വി പി, ഈ തലമുറയിലെ കുട്ടികളുടെ മനസ്സെന്താണെന്ന് എന്നേക്കാൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ. അങ്ങനെയുള്ള ഒരാൾക്ക് ആവേശത്തിൻ്റെയോ വാശിയുടെയോ പേരിൽ രക്ഷിതാക്കൾ എടുക്കുന്ന തീരുമാനം കൊണ്ട് പാളിപ്പോകുന്ന കുട്ടികളുടെ ജീവിതത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. അമ്പിമാമൻ വളച്ചു കെട്ടാതെ കാര്യം എന്താണെന്ന് വെച്ച് പറയും. അപ്പുവിന്റെ കാര്യത്തിൽ ഞാനൊരു റോങ് ഡിസിഷനാണ് എടുക്കുന്നതാണോ പറഞ്ഞു വരുന്നത്? അതെ, അതാണ് സത്യം. എങ്ങനെയൊക്കെ അതിനെ ന്യായീകരിച്ചാലും സത്യസന്ധമായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വി പിക്ക് അത് സ്വയം സമ്മതിക്കേണ്ടി വരും. എന്താ, ശരിയല്ലേ? അപ്പുവിനിപ്പോ അമ്പിമാമൻ കരുതുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് അവൾക്ക് അങ്ങനെ ചില പേടിയും സംശയങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള സത്യമാണ്. പക്ഷേ ഗീത തന്നെ മുൻകൈ എടുത്ത് അപ്പുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ഇല്ലെന്ന് അവൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പ് അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവൾ സ്വയം നടത്തിയ ഒരു ബലികഴിക്കലാണെങ്കിലോ? അങ്ങനെ ആയിക്കൂടെ?